അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസും സിഎംപിയും തമ്മിൽ തർക്കം രൂക്ഷമായി. നിലവിലുള്ള കോൺഗ്രസ് ഐയിലെ ഷീജ ഇനിയും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചിട്ടില്ല. മുന്നണി ധാരണ പ്രകാരം 2.5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ഷീജ സ്ഥാനമൊഴിഞ്ഞ് സിഎംപിക്ക് കസേര വിട്ടു നൽകേണ്ടതാണ്. എന്നാൽ ഷീജ രാജിവെക്കുന്നതിനോട് അഡ്വക്കേറ്റ് അഞ്ചൽ സോമന്റെ നേതൃത്വത്തിലുള്ള ഡിസിസി നേതാക്കൾക്ക് യോജിപ്പില്ല. ഈ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് വിട്ടൊഴിയണമെന്നാവശ്യപ്പെട്ട് സിഎംപി നേതൃത്വം ഡിസിസിക്ക് കത്തു നൽകി. അതേസമയം ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കം ഇനിയും പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഭരണസമിതിയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിലുള്ള അതൃപ്തി രേഖപ്പെടുത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ തോയ്തല മോഹനൻ പാർട്ടി ഭാരവാഹിത്വം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഡിസിസിക്ക് കത്തു നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം നാളുകളായി പെടാപ്പാട് പെടുമ്പോഴാണ് മുന്നണിയിൽ സ്ഥാനത്തെ ചൊല്ലി പുതിയ തർക്കങ്ങൾ. വൈസ് പ്രസിഡന്റ് സ്ഥാനം വിട്ടു നൽകുന്ന കാര്യത്തിൽ ഡിസിസി നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സിഎംപി കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. അതേസമയം ഡിസിസിയിൽ മുൻതൂക്കമുള്ള ഐ വിഭാഗത്തിന്റെ വിശ്വസ്തയായ വൈസ് പ്രസിഡന്റ് ഷീജയെ ആ സ്ഥാനത്തുനിന്ന് നീക്കുന്നതിൽ ഡിസിസി അനുകൂല നിലപാട് സ്വീകരിക്കില്ലെന്നാണ് അറിയുന്നത്. ഷീജയെ തൽസ്ഥാനത്ത് നിലനിർത്താൻ കോൺഗ്രസ് മുന്നണി ധാരണ ലംഘിക്കുമോ എന്നാണ് സിഎംപി ഉറ്റുനോക്കുന്നത്. ഇതിനിടെ രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളിൽ ഷീജയുടെ ചിത്രത്തിൽ രാത്രിയിൽ മുട്ടയറുണ്ടായതും ഐ വിഭാഗത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മണ്ഡലം പ്രസിഡന്റ് തോയ്തല മോഹനന്റെ രാജിസന്നദ്ധത. ഒരു സീറ്റിന്റെ ബലത്തിൽ യുഡിഎഫ് ഭരണം നിലനിർത്തുന്ന പഞ്ചായത്ത് സമിതിയിൽ സിഎംപിയുടെ നിലപാട് നിർണായകമാണ്. സിപിഎം വിമതനായി ജയിച്ച അനിൽകുമാറിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകി അദ്ദേഹത്തെ ഒപ്പം നിർത്തിയാണ് യുഡിഎഫ് ഭരണം നിലനിർത്തി വന്നത്. എന്നാൽ അനിൽകുമാർ സിപിഎമ്മിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണെന്ന സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ സിഎംപിയുടെ അനിഷ്ടം കോൺഗ്രസിന് ഗുണമാവില്ല. ഇനി സിഎംപിയുമായുള്ള തർക്കം രമ്യമായി പരിഹരിച്ചാലും അനിൽകുമാർ നിലപാട് ശക്തമാക്കിയാൽ യുഡിഎഫ് ഭരണസമിതി നിലംപൊത്തും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.